ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സൺസ്ക്രീൻ. എങ്ങനെ സ്റ്റാർട്ട് ലൈക്ക് ഏതൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞാനും വെളുത്തിട്ട് പാറാമെപ്പായിട്ടും അതൊരു ബിഗ് നോ ആണ്. Hey guys, welcome back to my YouTube channel. If you're watching my video for the first time, let me introduce myself. I'm Sarah Riaz. I'll hack some makeup related videos, some skincare related videos, some styling videos ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്ന സെയിം കൺഫ്യൂഷനാണിത്. അപ്പം ഞാൻ എൻ്റെ ജേർണിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളതും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതും എന്നുള്ളതിനെ പറ്റിയിട്ട് ആ ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ കെയർ അടിപൊളിയാവുന്നതെന്ന്. അത് കൊറിയയുടെ 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനൊക്കെ പോലെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എത്രത്തോളം ലെസ് ഈസ് മോർ. ആക്ച്വലി അതിപ്പോൾ മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഇതുവരെ ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. എൻ്റെ കസിൻസിനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും കുറേ ആൾക്കാർക്ക് സ്കിൻ കെയറിനെ പറ്റി ഐഡിയാസ് കുറവെന്നല്ല, എനിക്ക് ടീനേജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് കസിൻസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ്. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, ഒരുപാട് പരസ്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഈ വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല നമ്മുടെ സ്കിൻ കെയറിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറലി ഉള്ള ഒരു ടോൺ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. അതിനിപ്പം ഡാമേജ് സംഭവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെജുവനേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ സ്കിന്നിന് വേണ്ട ന്യൂട്രിയൻസിനെ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നു. അതും കൂടിയാണ് സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഭയങ്കര ഒരു ഫെയർ ടോണിലോട്ട് പോകത്തില്ല. ഫെയർ ടോൺ ആണെങ്കിലും ഏത് സ്കിൻ ടോൺ ആണെന്നുള്ളതിലുള്ള കാര്യം, നമ്മുടെ സ്കിൻ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളതിലാണ് കാര്യം. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ഹെൽത്തിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. ഉറപ്പായിട്ടും നമ്മൾ ഇന്റേണലി നമ്മൾ എന്ത് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നു എന്നതിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. ഇന്റേണലി എടുക്കേണ്ട ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല, വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഇന്റേണലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ആൻഡ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ SPF, അതായത് CTM എന്നുള്ള ഒരു പാറ്റേൺ ആണ് കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എല്ലാവരും കുറച്ചുകൂടെ ഓപ്റ്റ് ചെയ്യുന്നതും CTM പാറ്റേൺ ആണ്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് സ്കിൻ കെയർ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിഷ്യലി തന്നെ നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കുന്ന പ്രൊഡക്ട്സിനെ പറ്റി നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലെൻസർ, ഹൈഡ്രേഷൻ, ആന്റി ഓക്സിഡന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ഉറപ്പായിട്ടും നല്ല ഇംപ്രൂവ്ഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഇന്ന് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് നമുക്ക് നാളെ കൊണ്ടോ അല്ലെങ്കിൽ 1 വീക്ക് കൊണ്ടോ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ചിലപ്പം പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കില്ല. മേ ബി നിങ്ങളൊരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോ യുവർ സ്കിൻ ടൈപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അത് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. ചിലത് വർക്ക് ആവും, ചിലത് വർക്ക് ആവില്ല. പക്ഷെ പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സും അതെങ്ങനെ കണ്ടുപിടിക്കാനും എന്തൊക്കെയാണ് അതിനകത്ത് പ്രത്യേകത എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ബേസിക്കലി 4 സ്കിൻ ടൈപ്സ് ആണ് ഉള്ളത്: നോർമൽ, ഡ്രൈ, സെൻസിറ്റീവ് ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. അങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിയുടെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലെൻസർ, പ്രോപ്പറായിട്ടൊരു ക്ലെൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉറപ്പായിട്ടും ഇപ്പൊ രാത്രിയിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഹാർഷായിട്ട് നമ്മുടെ ഫേസിനെ കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയാൽ മതി. ഇനി നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പോ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജെന്റിൽ ക്ലെൻസർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂസ് ചെയ്യുക. അതും ഓയിലി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും സ്കിന്ന് ഫുള്ള് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്ന നമുക്ക് തോന്നും. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമ്മളുണ്ടെങ്കിൽ ഈ ഒരു ഭാഗവും ഈ ഒരു പാർട്ടൊക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും രാവിലെ എഴുന്നേൽക്കും. അപ്പൊ അതൊന്നും കളയാൻ വേണ്ടിയിട്ട് ഒരു ജെന്റൽ ക്ലെൻസർ വേണം രാവിലെ ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, രാവിലെ ഫേസ് വാഷ് എന്നുള്ളത് സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ രാത്രിയിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഡ്രൈ സ്കിന്നുകാർ വീണ്ടും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് സ്കിന്നിനെ വീണ്ടും ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ തന്നെ ഉള്ള ടൈമാണ്, നമ്മൾ ഇടയ്ക്കൊക്കെ സ്വെറ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു പോഴ്സ് ഉണ്ട്, അതായത് സുഷിരങ്ങളുണ്ട്. അപ്പം ഇതിനുള്ളിലായിട്ട് ഈ അണുക്കളൊക്കെ അടിഞ്ഞിട്ടാണ്
നമുക്ക് സ്കിന്നിനകത്ത് ഡാമേജസ് വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്യുക. റാൻഡം ആയിട്ട് നമുക്ക് ഷോപ്പുകളിൽ പല പേരുകളിൽ പല ബ്രാൻഡുകളിൽ നമുക്ക് ഫേസ് വാഷസ് അവൈലബിൾ ആണ്. അതിലൊന്നും പോവാണ്ട് പ്രോപ്പറായിട്ട് എന്താണോ വേണ്ടത് അത് മാത്രം എടുക്കുക. ഞാൻ കുറച്ച് നല്ല ഫേസ് വാഷിന്റെ അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഈ സൈഡിലായിട്ട് കൊടുത്തേക്കാം. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാത്തിങ് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് നമ്മുടെ ഫേസിലെ സ്കിന്ന് കഴുകരുത്. ഉറപ്പായിട്ടും അതൊരു ബിഗ് നോ ആണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ബാത്തിങ് സോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷസോ ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ബാക്കി ബോഡി പാർട്സിനെ പോലല്ല നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ്. കുറച്ചുകൂടെ സെൻസിറ്റീവ് മാത്രമല്ല കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഡാമേജ് ആയി പോകും. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഫേസ് കഴുകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ഫേസിലെ സ്കിന്നില് നമുക്ക് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയറിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫേസിലെ സ്കിന്നുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഓരോ ബാക്ടീരിയാസ് വരുമ്പോൾ അതിനെതിരെ തടഞ്ഞു നിർത്തുന്ന കുറച്ച് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഒന്ന് സ്ലഫ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന്റെ ഇന്റേണലി ഉള്ള നല്ല സെൽസിലേക്ക് ഈ അണുക്കൾ പോയിട്ട് നമ്മുടെ നല്ല സെൽസ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു ടീനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ആ കുറച്ച് നല്ല പ്രൊഡക്ട്സ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഡെർമറ്റോളജിനെ ചിലപ്പോൾ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പം അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ട് കൊണ്ട് പോകാത്ത ഒരുപാട് പേര്. ഡെർമറ്റോളജിക്കലി റെക്കമെൻഡ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സും ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ എങ്കിലും അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ്. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഹാർഷ് കെമിക്കൽസിന്റെ അളവ് കുറവുള്ള തരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ക്ലെൻസറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ അടുത്തത് ഹൈഡ്രേഷൻ ആണ്. ഈ ഹൈഡ്രേഷൻ ഉദ്ദേശിക്കുമ്പോൾ 2 തരത്തിലുണ്ട്. അതായത് നമുക്ക് ഇന്റേണൽ ഹൈഡ്രേഷനും ഉണ്ട്, എക്സ്റ്റേണൽ ഹൈഡ്രേഷനും ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സീസണിൽ, നമ്മുടെ സമ്മർ സീസണിൽ ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ ഹൈഡ്രേഷൻ പോരാതെ വരും നമ്മുടെ സ്കിന്നിന്. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണൽ ഹൈഡ്രേഷൻ എന്നുള്ള ഫാക്ടറും കൂടി കൊടുക്കുന്നത്. അതിന് വേണ്ട കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ് പോലുള്ള കണ്ടന്റ്സ് ഉള്ള പ്രൊഡക്റ്റ് സെറം ഫോമിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഫോമിലോ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹൈലറോണിക് ആസിഡ് സെറമാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹൈഡ്രേഷൻ എന്നുള്ള ഫാക്ടർ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ജെൽസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സെറംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് നല്ല സെറംസും ഞാനിവിടെ കൊടുത്തേക്കാം. സീറ്റേതിനകത്ത് നമ്മൾ ക്ലെൻസർ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഈ ഹൈഡ്രേഷന് പകരം നമുക്ക് ടോണേഴ്സ് യൂസ് ചെയ്യാം. അതായത് റൈസ് വാട്ടർ ടോണേഴ്സ് ഒക്കെ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടും ശരിക്കും DIY ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഡെയിലി അത് ഉണ്ടാക്കി എടുത്ത് ചെയ്ത് പോകാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ടീ കണ്ടന്റ് ഉള്ളതോ അല്ലെങ്കിൽ റൈസ് വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ളതോ അല്ലെങ്കിൽ സെറമൈഡ്സ് കണ്ടന്റ് ഉള്ളതോ ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ളതോ ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് നല്ല ടോണേഴ്സിന്റെ പേരും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പിലേക്ക് അല്ലെങ്കിൽ സെൻസിറ്റീവ് പാറ്റേണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കിന്നെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിനെ പോയി കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ ക്ലെൻസറും ടോണറും പറഞ്ഞു. ഞാൻ ടോണറിന്റെ ഇടയ്ക്ക് തന്നെ സെറത്തിന്റെ കാര്യവും പറഞ്ഞു. ഹൈഡ്രേഷൻ എന്നുള്ള ഫാക്ടറിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ആണ്. ഈ ആന്റി ഓക്സിഡന്റ് എന്തോ വലിയ ഫാക്ടർ ആണെന്നുള്ളത് അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണെന്നൊക്കെ നമ്മൾ കോമൺലി കേട്ടുകൊണ്ടിരിക്കുന്ന വൈറ്റമിൻ സി സെറം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ സി സെറംസ്. പല ബ്രാൻഡിൽ പല പേരുകളിൽ പല ടൈപ്പിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ട് നോക്കി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോൺസെൻട്രേഷൻസ് നോക്കുക. അതായത് നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾ വൈറ്റമിൻ സി സെറം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങളുടെ സ്കിന്നിലേക്ക് ഫസ്റ്റ് ടൈം ആണ് നിങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സെറം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതെപ്പോഴും ലോ നിൽക്കുന്ന രീതിയിൽ വേണം ബിഗിനേഴ്സ് തുടങ്ങാനായിട്ട്. ഒരുപാട് സെറം കൂടി നമ്മുടെ മുഖത്തേക്ക് ഒരേ ടൈമിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചില ആൾക്കാർ ഒരേ ടൈമിൽ തന്നെ നയാസിനമൈഡ് സെറവും ഹൈലറോണിക് ആസിഡ് സെറവും കോജിക് ആസിഡ് സെറവും ഒക്കെ അപ്ലൈ ചെയ്ത് സ്കിന്നിനെ ലെയർ ചെയ്യുന്ന കണ്ടിട്ട് അതൊരു ബാഡ് റൊട്ടീൻ ആണ് ശരിക്കും. പ്ലസ് സ്കിൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സെറം കൂടി നിങ്ങളുടെ സ്കിൻ റൊട്ടീനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് നൈറ്റ് ടൈം യൂസ് ചെയ്യാം. അല്ലാതെ ഡേ ടൈമിൽ തന്നെ 2 സെറം കൂടി യൂസ് ചെയ്യരുത്. എപ്പോഴും ഡേ ടൈമിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ഉള്ള സെറംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പ്രത്യേകിച്ചും സമ്മർ
സീസണിൽ. കാരണം സമ്മർ സീസണിലാണ് നമ്മുടെ സ്കിൻ ഏറ്റവും ഡാമേജ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സൺ ഡാമേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരുപാട് നാളെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട, ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എത്ര ഒരു സ്ട്രോങ് SPF ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താലും ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ടാൻ എപ്പോഴും നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ സി സെറം നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല കുറച്ച് വൈറ്റമിൻ സി സെറംസും ഞാനിവിടെ കൊടുത്തേക്കാം. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസർ. മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുക്കുന്നത് ചിലപ്പം SPF ആയിരിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ക്ലെൻസ് ചെയ്തു, ടോണർ ഇട്ടു, അല്ലെങ്കിൽ സെറംസ് യൂസ് ചെയ്തു, അതിനുശേഷം നേരെ SPFലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചെയ്യുന്ന പാറ്റേണിന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട് കളയുന്ന ഒരു രീതിയാണത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഓരോന്നും ഇപ്പം നമ്മൾ ക്ലെൻസർ ഇട്ട് ഫേസ് നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് നമ്മൾ നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ആ വൈപ്പ് ചെയ്തതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ടോണർ ആണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സെറം ആണെന്നുണ്ടെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ അബ്സോർബ് ആയ സാധനത്തെ നമ്മൾ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം സെറം ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറത്തിന്റെ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ടോണറിനകത്തും ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സെറവും ഹൈലൂറോണിക് ആസിഡ് ആണെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ മോയ്സ്ചറൈസറിലും ഹൈലൂറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ളത് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ബ്രാൻഡ്സ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും എക്സ്പെൻസീവ് അല്ല. അതുപോലെ തന്നെ കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സ് ഞാനിവിടെ കൊടുത്തേക്കാം. എൻ്റെ ഒരു ജേർണി ഞാൻ ഒരു 3 to 4 years ആയിട്ടുണ്ടാവും സ്കിൻ കെയർ റൂട്ടീനും അല്ലെങ്കിൽ സ്കിൻ കെയറിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് സ്കിൻ ഡാമേജും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സൺസ്ക്രീൻ. SPF ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല, പ്രത്യേകിച്ചും സമ്മർ സീസണിൽ. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ട്, അതായത് നമ്മൾ സമ്മർ സീസണിൽ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. അങ്ങനെയല്ല, വിന്റർ സീസണിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് SPF 30 അല്ലെങ്കിൽ SPF 15 ഒക്കെ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, SPF എന്നുള്ള ഫാക്ടർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുകയാണ്, സൺസ്ക്രീൻ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്, പ്രത്യേകിച്ചും സമ്മർ സീസണിൽ തീരെയും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ ഡാമേജിലേക്ക് കൊണ്ടുപോകും. പെട്ടെന്ന് ഏജിങ് ഒക്കെ സംഭവിക്കാൻ ചാൻസ്. കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസിൻ്റെയും ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, സ്കിന്നിനെ നമ്മൾ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി നോക്കി ഡാമേജ് ആക്കുന്ന കാര്യങ്ങളൊന്നും സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വൈറ്റനിങ് ക്രീംസ് അവൈലബിൾ ആണ്. ഒരു ടീനേജ് കാറ്റഗറിയിലുള്ള വൈറ്റനിങ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടി വീണ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫെയർ ടോൺ ആണ് അടിപൊളി എന്ന് ചിന്തിക്കുന്നതോ ആയിരിക്കാം, പക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വൈറ്റനിങ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ പ്രൊഡക്ട്സിലും സ്റ്റിറോയിഡ്സ് ഉണ്ടാവും. ഈ സ്റ്റിറോയിഡ്സ് നിങ്ങളുടെ സ്കിന്നിന് പെർമനന്റ് ആയിട്ട് ഇന്റേണലി ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫാക്ടർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ വൈറ്റനിങ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ബെനിഫിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും